ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാദ്യം തന്നെ പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരണം, അതുവരെ നമ്മൾ വേവിക്കണം കേട്ടോ. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതാ അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി അധികം ഇടല്ല കേട്ടോ. ഞാൻ ചിക്കൻ കറിയിൽ തക്കാളി വളരെ കുറവേ ഇടലുള്ളൂ. അപ്പോൾ ഇതാ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടായിട്ട് പച്ചമണം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലോണം കുറച്ച് സമയം വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 1 മിനിറ്റിൽ ഇളക്കി കൊടുത്താൽ മതി. ഇതാ അപ്പോൾ ഞാൻ എല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കുക. അപ്പോൾ ഇതാ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ, ഇല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കുക. അപ്പോൾ ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ചൂടാക്കി വെച്ച പൊടികൾ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം തണിഞ്ഞിട്ട് വേണം പേസ്റ്റ് ആക്കാൻ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഇതാ പകുതി വേവായിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രയാണ് ആവശ്യം അത്ര വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇനി മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വേകാനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടി കുറച്ച് മാത്രമായിട്ട് ഇടുന്നുള്ളൂ, കാരണം ഇവിടെ ആർക്കും അത്ര എരിവ് വേണ്ട, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇനി ഇതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കറി നല്ലോണം കുറുകിയിട്ടെല്ലാം വന്നിട്ട് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ നമ്മളെ കറി റെഡിയായി. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്ന നെയ്ച്ചോറിൻ്റെ കൂടെ ആട്ടോ. എന്തിൻ്റെ കൂടെ കഴിക്കാനും ഈ കറി നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.